ആധുനിക കൃഷിരീതികളുമായി ബേപ്പൂരിലെ ഫ്രഷ് ഫാംസ്. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളും ഉൽപ്പാദന ഉപാധികളും കർഷകർക്ക് മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനും വേണ്ടി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പാക്കിയ നൂതന സംരംഭമായിരുന്നു ഇക്കോ ഷോപ്പുകൾ. കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വില ലഭിക്കും വിധം ഇടനിലക്കാരില്ലാതെ സ്വന്തം പ്രദേശത്ത് തന്നെ വിപണനം ചെയ്യാൻ ഇതുവഴി സാധിക്കുന്നു. ഇത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഇക്കോ ഷോപ്പാണ്. കൃഷിഭവനിൽ തന്നെ പ്രവർത്തിക്കുന്നതിനാൽ ജീവനക്കാരുടെ മേൽനോട്ടം ഈ ഇക്കോ ഷോപ്പിന്റെ പ്രവർത്തനത്തെ കൂടുതൽ മികവുറ്റതാക്കുന്നു. വിത്ത്, നടീൽ വസ്തുക്കൾ, ജൈവവളം, വിവിധ തരത്തിലുള്ള ജൈവ കീടനാശിനികൾ എന്നിവ കൂടാതെ പല ഇനത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇതുവഴി വിതരണം ചെയ്യുന്നതിനാൽ ഈ ഇക്കോ ഷോപ്പിന്റെ പ്രവർത്തനം വീട്ടമ്മമാർക്കും കാർഷിക മേഖലയിലേക്ക് കടന്നുവരുന്ന പുതുതലമുറയ്ക്കും ജൈവ കർഷകർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ്. ഇക്കോ ഷോപ്പ് സന്ദർശനത്തിന് ശേഷം കൃഷി ഓഫീസർ ഞങ്ങളെ കൊണ്ടുപോയത് ബേപ്പൂരിലെ പുഞ്ചപ്പാടം നടുവട്ടം റോഡിനടുത്ത് പ്രവർത്തിക്കുന്ന ഫ്രഷ് ഫാംസ് എന്ന അക്വാപോണിക്സ് കൃഷിയിടത്തിലേക്കായിരുന്നു. മൾട്ടിമീഡിയയിൽ ബിരുദാനന്തര ബിരുദധാരിയും ഇന്റീരിയർ ഡിസൈനിങ്ങിൽ വിദഗ്ധനുമായ ജലീഷാണ് ഫ്രഷ് ഫാംസിന്റെ സ്ഥാപകൻ. കൃഷിയോടുള്ള അഭിനിവേശം മാത്രമാണ് ഈ രംഗത്തേക്ക് കടന്നുവരാൻ ജലീഷിനെ പ്രേരിപ്പിച്ചത്. കൃഷി ശരിക്കും ഒരു പാഷൻ എന്നുള്ള രീതിയിലാണ് ശരിക്കും 2 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തത്. അതിനെക്കുറിച്ച് ഇങ്ങനെ കുറേ നെറ്റിലും കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അക്വാപോണിക്സിലെ സിസ്റ്റത്തിനെ കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ അതിനെക്കുറിച്ച് കുറേ റിസർച്ചും പിന്നെ നെറ്റിലും പിന്നെ കുറേ ക്ലാസ്സുകളും എല്ലാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഇതിലായിരുന്നു. അതിനെക്കുറിച്ച് പിന്നെ കുറേ ഫാമുകളെ വിസിറ്റ് ചെയ്തു. അതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഈ അക്വാപോണിക് ഫാം എന്നുള്ളൊരു ലെവലിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോൾ ഒരു 8 മാസമായിട്ടേ ഉള്ളൂ ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇവിടെ ഞങ്ങൾ മെയിൻലി അക്വാപോണിക് ആയിട്ടുള്ള ഫാമാണ് ശരിക്കും. അതിനെക്കൊണ്ട് മീനിൽ നിന്ന് വരുന്ന ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ടോട്ടൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധ നൂതന കൃഷിരീതികൾ സംയോജിപ്പിച്ചാണ് ഇദ്ദേഹം ഫ്രഷ് ഫാംസ് എന്ന തന്റെ സംരംഭം പ്രവർത്തിപ്പിച്ചിരിക്കുന്നത്. ഈ ഫ്രഷ് ഫാംസിലെ കൃഷിരീതികൾ നമുക്കൊന്ന് അടുത്തറിയാം. ബേപ്പൂർ കൃഷിഭവന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെ 400 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ ഒരു പോളി ഹൗസ് ഇദ്ദേഹം നിർമ്മിച്ചു. അക്വാപോണിക്സ് കൃഷി പ്രാവർത്തികമാക്കുവാൻ വേണ്ടി 1 സെന്റിൽ കുളം നിർമ്മിച്ചു. ഈ പോളി ഹൗസിന്റെ ഒരു ഭാഗത്തായി നിർമ്മിച്ചിരിക്കുന്ന കിണറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് ഓവർഹെഡ് ടാങ്കിൽ നിറച്ച് കുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുവാനായി വെള്ളം ലഭ്യമാക്കി. എയർ സർക്കുലേഷൻ സംവിധാനവും ഒരുക്കി. വിപണിയിൽ പ്രിയമേറിയ ഗിഫ്റ്റ് തിലോപ്പിയ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. കുളത്തിന് അഭിമുഖമായി 4 ഗ്രോ ബെഡുകൾ നിർമ്മിച്ചാണ് പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നത്. ഓരോ ഗ്രോ ബെഡിലും ഇലവർഗ വിളകളായ ലെറ്റ്യൂസ്, സെലറി, ന്യൂ ബേസിൽ, പുതിന തുടങ്ങിയവ പ്രത്യേകമായി കൃഷി ചെയ്യുന്നു. മീൻ ഇവിടെ ഞങ്ങൾ ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് പറഞ്ഞിട്ട് നൈൽ ടിലോട്ടിക്ക എന്ന് പറഞ്ഞിട്ടൊരു മത്സ്യമാണ്. അത് ഫിഷറീസിൻ്റെ ഒരു സഹകരണത്തോടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങളിവിടെ ചെയ്യുന്ന ഒരു സെൻറ്റ് കുളത്തിലാണ് 4000 മീനുകളാണ് ഇവിടെ ഇത് ഉണ്ടായിരുന്നത്. ഒരു 5-6 മാസം കൊണ്ട് ഒരു 750 ഗ്രാമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അത് ഞങ്ങൾ ഫിൽട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഗ്രോ ബെഡിലാണ് ചെടികളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഫിൽട്രേഷൻ മെക്കാനിക്കൽ ഫിൽറ്ററും
ബയോ ഫിൽറ്ററും യൂസ് ചെയ്തിട്ടാണ് വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് ചെടിക്ക് കൊടുക്കുന്നത്. കുളത്തിലെ മത്സ്യങ്ങളുടെ വിസർജ്യത്തിലൂടെ ധാരാളം അമോണിയ ഉണ്ടാകും. ഈ അമോണിയ നിറഞ്ഞ വെള്ളം പച്ചക്കറി തൈകൾ നട്ടിരിക്കുന്ന ഗ്രോ ബെഡിലെത്തുമ്പോൾ നൈട്രോസോംന ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലം അമോണിയ നൈട്രജനായി മാറുന്നു. ഈ നൈട്രജനെ നൈട്രോബാക്ട് ബാക്ടീരിയ ചെടിക്ക് വലിച്ചെടുക്കാവുന്ന നൈട്രേറ്റ് ആക്കി മാറ്റും. ഈ നൈട്രേറ്റ് ചെടികൾ വലിച്ചെടുക്കുന്നത് മൂലം അമോണിയ ഇല്ലാത്ത ശുദ്ധമായ ജലം കുളത്തിലേക്ക് തിരികെ എത്തും. കുളത്തിൽ നിന്നും വെള്ളം നേരെ പോകുന്നത് ഫിൽറ്റർ സംവിധാനത്തിലേക്കാണ്. ഏജൻസിയിൽ നിന്നും ലഭ്യമാക്കുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെ ആദ്യം നിക്ഷേപിക്കുന്നത് നഴ്സറി പോണ്ടിലാണ്. നഴ്സറി പോണ്ട് ഞങ്ങളിവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻക്യുബേറ്റർ മാതിരിയായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് മീൻകുട്ടികളെ കൊണ്ടുവന്ന് ആദ്യം നഴ്സറി പോണ്ടിലിട്ട് ഒരു മാസം അതിൽ വളർത്തി നമുക്ക് ഫീഡ് ചെയ്യാനും എല്ലാത്തിൻ്റെ സൈസ് നോക്കാനും എല്ലാത്തിനും എളുപ്പമാണ്. അതിൽ നിന്ന് സൈസ് മാറ്റിയതിന് ശേഷമാണ് വലിയ പോണ്ടിലേക്ക് മാറ്റുന്നത്. നമുക്ക് സോർട്ട് ചെയ്തിട്ടാണ് വലിയ പോണ്ടിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അതിൽ തന്നെ വലിയ സൈസിനെ പോണ്ടിലേക്കും ചെറുതിനെ ഞങ്ങൾ കുറച്ചുകൂടി പ്രോട്ടീൻ കൂടിയ ഫീഡ് കൊടുത്തിട്ട് ഒരു മാസം കൂടി വളർത്തിയിട്ടാണ് വലിയ പോണ്ടിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമുക്കത് കഴിഞ്ഞ് ഹാർവസ്റ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഈ അടുത്തൊരു സെഷൻ കുട്ടികൾ അപ്പോൾ ഒരു സൈക്കിള് കീപ്പ് ചെയ്യാൻ പറ്റും ഈ മീനിൻ്റെ കാര്യത്തിൽ. അതിന് വേണ്ടിയിട്ടാണ് നഴ്സറി പോണ്ട് വളരെ ഉപകാരമാണ് ശരിക്കും. ഒരു മാസത്തോളം നഴ്സറിയിൽ കഴിയുന്ന മത്സ്യക്കുഞ്ഞുങ്ങളിൽ കൂടുതൽ വലിപ്പമുള്ള മത്സ്യങ്ങളെ പ്രധാന കുളത്തിലേക്ക് നിക്ഷേപിക്കുന്നു. ബാക്കി വരുന്ന ചെറിയ മത്സ്യങ്ങൾക്ക് പ്രോട്ടീൻ ഫുഡ് നൽകി കൂടുതൽ ആരോഗ്യവാന്മാരാക്കിയ ശേഷമാണ് പ്രധാന കുളത്തിലേക്ക് മാറ്റുന്നത്. ഇതുമൂലം 14 മാസങ്ങൾക്കുള്ളിൽ 3 മുതൽ 4 പ്രാവശ്യം വിളവെടുക്കാൻ സാധിക്കുമെന്ന് ജലീഷ് പറയുന്നു. നമ്മളിവിടെ ഫിൽട്രേഷൻ 2 സെറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് 5 എണ്ണത്തിൻ്റെ 2 സെറ്റായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെൽ ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു മെക്കാനിസമാണ്. അതായത് വെള്ളം തിരിഞ്ഞിട്ട് ഈ സോളിഡ് എല്ലാം താഴത്ത് വന്ന് അത് നമ്മൾ രാവിലെയും വൈകിട്ടും ഒഴിവാക്കുന്ന രീതി. രണ്ടാമത്തെ മെക്കാനിക്കൽ ഫിൽറ്ററാണ് 2 നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ വല അല്ലെങ്കിൽ മെഷുകളാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. നാലാമത്തത് ബയോളജിക്കൽ ഫിൽറ്ററാണ്. അതിൽ ബയോബോൾസും MBB മീഡിയയാണ് മെയിൻലി യൂസ്. അതിൽ എയറേഷൻ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ബാക്ടീരിയ കൂടുതൽ വളരാൻ വേണ്ടിയിട്ട്. അഞ്ചാമത്തെ ഫിൽറ്ററിൽ ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന കക്കയാണ്. അതായത് pH ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, pH ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കക്ക ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് നമ്മൾ ഗ്രോ ബെഡിലേക്ക് പോകുന്നത്. ഗ്രോ ബെഡ് ഞങ്ങളിവിടെ 1:4 എന്നുള്ള റേഷ്യോയിലാണ് കീപ്പ് ചെയ്തത്. അത് 1 സെൻറ്റ് കുളത്തിന് 4 സെൻറ്റ് ഗ്രോ ബെഡ് എന്ന രീതിയിലാണ് ഇവിടെ ഞങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അത് 4 സെറ്റ് ഗ്രോ ബെഡിൽ 4 സെറ്റ് പച്ചക്കറി. അപ്പോൾ ആവശ്യത്തിനല്ലേ നൈട്രേറ്റ് ആ ചെടികൾ വലിച്ചെടുക്കും. അല്ലെങ്കിൽ ഓവർ നൈട്രേറ്റ് ആയാലും മീനിന് അത് ഹാംഫുള്ളാണ്. മത്സ്യങ്ങളുടെ പ്രധാന ആഹാരം പെല്ലറ്റ് തീറ്റയാണ്. എങ്കിലും മത്സ്യങ്ങൾക്ക് പ്രോട്ടീൻ സമ്പുഷ്ടമായ അസോള നൽകുന്നത് മൂലം തീറ്റ ചെലവ് ഗണ്യമായി കുറയ്ക്കുവാൻ സാധിക്കുന്നുണ്ട്. മത്സ്യങ്ങൾക്ക് അസോള നൽകുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ കുളങ്ങളിൽ അസോള വളർത്തുന്നുമുണ്ട്. അക്വാപോണിക്സ് കൂടാതെ ഫ്രഞ്ച് ബക്കറ്റ് സിസ്റ്റവും ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നു. ഫ്രഞ്ച് ബക്കറ്റുകളിൽ ചെറി തക്കാളി കൃഷി ചെയ്തിരിക്കുന്നത് കാണാം. ഫ്രഞ്ച് ബക്കറ്റ് സിസ്റ്റത്തിൽ കൂടി കടത്തിവിടുന്ന വെള്ളവും കുളത്തിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. തിരിനന സംവിധാനത്തിലൂടെ ചെറി തക്കാളിയും പുതിനയും കൃഷി ചെയ്ത് ജലലഭ്യത കുറഞ്ഞ സാഹചര്യത്തിലും പരിമിതമായ ജലം ഉപയോഗിച്ച് എങ്ങനെ കൃഷി ചെയ്യാമെന്ന് ജലീഷ് ഇവിടെ തെളിയിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജിലീഷ് നമ്മുടെ ബേപ്പൂർ ഒരു എക്കോ ഷോപ്പുണ്ട്. എക്കോ ഷോപ്പിൻ്റെ സെക്രട്ടറിയാണ്. അതേപോലെ ഇവിടെ ഒരു പ്രോഗ്രസീവ് ഫാമറുമാണ്. ഇവിടെ ഉള്ളതൊരു കാണാൻ കഴിയുന്ന പോലെ ഒരു പോളി ഹൗസ് ഉണ്ട്. അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ ഒരു സമഗ്ര കൃഷിത്തോട്ടം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പല പദ്ധതികളും ഇവിടെ സംയോജിപ്പിച്ചിരിക്കുകയാണ്. SHMൻ്റെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പദ്ധതി, അതേപോലെ വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം,
പദ്ധതികൾ, അതുപോലെ ആത്മയുടെ ഒരു IFS ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പ്ലോട്ട്, അതിനുള്ള എല്ലാ അത്തരത്തിലുള്ള സ്കീമുകളെല്ലാം കൂടെ സംയോജിപ്പിച്ചാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ അക്വാപോണിക്സ് ഉണ്ട്, അതുപോലെ വിക്ക് ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ, അതിൻ്റെ എല്ലാം ഡെമോൺസ്ട്രേഷനായിട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. പിന്നെ ലീഫി വെജിറ്റബിൾസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഓർഗാനിക് രീതിയിൽ കൃഷികൾ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് സ്റ്റഡിയൊക്കെ നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാർക്കറ്റ് റിക്വയർമെൻ്റ് അനുസരിച്ച് എന്താണോ ആവശ്യമുള്ളത് അത് മാത്രം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇലവർഗത്തിൽപ്പെട്ട പച്ചക്കറികളായ ലെറ്റ്യൂസ്, സെലറി, പുതിന തുടങ്ങിയവയുടെയും B-C-K-E തുടങ്ങി അനവധി വൈറ്റമിനുകളും നാരുകളും ധാരാളം അടങ്ങിയിരിക്കുന്ന സ്വീറ്റ് ബേസിലിൻ്റെയും കൃഷിക്കാണ് ജലീഷ് ഇവിടെ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത്. ഈ ഇലവർഗ പച്ചക്കറികൾ പ്രത്യേകം പാക്ക് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് വൻകിട ഹോട്ടലുകൾക്ക് വിപണനം ചെയ്യാനുള്ള നടപടിക്ക് ജലീഷ് തുടക്കമിട്ടിട്ടുണ്ട്. പച്ചക്കറിയിലെ നൂതന കൃഷിരീതികളാണ് ജലീഷ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഗ്രോ ബാഗുകളിൽ തുള്ളി നന സംവിധാനമൊരുക്കി മുളക്, തക്കാളി, വെണ്ട തുടങ്ങിയ വിളകൾ സമൃദ്ധമായി കൃഷി ചെയ്തിരിക്കുന്നു. കൂടാതെ ഇതിനിടെ ലഭ്യമായ ചാലുകളിൽ കാർപ്പ്, രോഹു തുടങ്ങിയ മത്സ്യങ്ങളെയും വളർത്തിവരുന്നു. സങ്കര ഇനത്തിൽപ്പെട്ട അലങ്കാര ഗപ്പികളെയും ചെറിയ തോതിൽ വളർത്തി വിപണനം ചെയ്യാനുള്ള പ്രവർത്തനത്തിന് തുടക്കമിട്ടിരിക്കുന്നു. മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന തെർമോക്കോൾ പെട്ടികളിലാണ് ഗപ്പികളെ വളർത്തുന്നത് എന്നതിനാൽ പ്രത്യേകം മുതൽ മുടക്ക് ആവശ്യവുമില്ല. ഇത് ബ്ലൂ ബിക്കിയാർ, ചില്ലി റെഡ്. പോളി ഹൗസിന് പുറത്ത് ലഭ്യമായ സ്ഥലങ്ങളിൽ ചീര, മല്ലി തുടങ്ങിയ ഇലവർഗ ചെടികൾ സ്പ്രിങ്ക്ലർ സിസ്റ്റത്തിന്റെ സഹായത്തോടുകൂടി കൃഷി ചെയ്തിട്ടുണ്ട്. അലങ്കാര ഗപ്പികളുടെയും ഇലക്കറികളുടെയും ഒരു വേറിട്ട വിപണന തന്ത്രം ഒരുക്കുന്ന ജലീഷിന്റെ ഫ്രഷ് ഫാംസിന് എല്ലാവിധ ആശംസകളും നേർന്ന് നൂറുമേനി യാത്ര പറഞ്ഞു. ജലീഷുമായി സംസാരിക്കാം. ഫോൺ 9895500177